സൂറത്തുൽ അംബിയ 21 മുതൽ 23 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. അം ഇത്തഖദു, അം ഇത്തഖദു. അം എന്ന സാക്കിനത്തായ മീം ഇത്തഖദു എന്ന് ഉച്ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഹംസ വസ്ലിൻ്റെ ഹംസയാണ്. ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ അവിടെ ഷദ്ദുള്ള താ ആണ് ആദ്യം വരുന്നതെങ്കിലും ഹംസ കളയപ്പെടുമ്പോൾ പിന്നെ ഷദ്ദുള്ള താ, ആ തായിൻ്റെ തുടക്കം സുക്കൂനാണല്ലോ. ഇത്തഖദുയിലെ ഹംസ പോകുമ്പോൾ പിന്നെ ആ ശബ്ദത്തിൽ വരുന്നത്, ഉച്ചാരണത്തിൽ ഉണ്ടാകുന്നത് സുക്കൂനാണ്. ആ സുക്കൂനും സാക്കിനത്തായ മീമിൻ്റെ സുക്കൂനും ഇങ്ങനെ ഇൽത്തിഖാഉ സാക്കിനീൻ സംഭവിച്ചു. അതിൻ്റെ പരിഹാരമായി മീമിൻ്റെ സുക്കൂൻ മാറ്റി കസ്ർ കൊടുക്കുന്നു. തഹ്രീഖ് എന്ന പരിഹാരം സ്വീകരിച്ചു. അമിത്തഖദു എന്ന് വായിക്കുന്നു. ഇത്തഖദു എന്ന പദത്തിലെ ഖാഇൻ്റെ ഉച്ചാരണം തടിപ്പിച്ചുകൊണ്ട് സ്വരഭാരത്തോടെ ആയിരിക്കണം. കാരണം അത് ഇസ്തിഅലാഇൻ്റെ ഖുസ്സദഖ്തിൻ ഖിദ് എന്ന 7 ഹർഫുകളിൽപ്പെട്ട തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ഖാ, സ്വാദ്, ദ്വാദ്, ഗൈൻ, ത്വാ, ഖാഫ്, ള, ഖുസ്സ, ദഗ്തിൻ, ഖിദ്. ഇതാണ് ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങൾ. അതിൽപ്പെട്ടതാണ് ഖാ. അതിനെ തഫ്ഖീം ചെയ്യുക, തടിപ്പിക്കുക. അമിത്തഖദു, ഖ എന്ന സ്വരഭാരത്തോടെയുള്ള ശബ്ദം. ഇത്തഖദു ആലിഹ, ഇതിലുള്ള ദീർഘം, വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കുക. അമിത്തഖദു എന്നിങ്ങനെ ആ ദീർഘാക്ഷരത്തിന് കൂടുതൽ ദീർഘം കൊടുക്കുക. ആലിഹതൻ മിനൽ അർദ്, ആലിഹതൻ എന്നതിലെ തൻവീനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി ഉച്ചരിക്കണം. ആലിഹതൻ മിനൽ അർദ്, അൽ അർദ് റാഇനും ദ്വാദിനും തഫ്ഖീമാണ്. റാ സാക്കിനത്തായ റാ തൊട്ട് മുമ്പിൽ ഫത്ഹുമാണ്. അതുകൊണ്ട് റാഇന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് റാഇന് ഉച്ചരിക്കണം. മിനൽ അർദി ഹും യുൻശിറൂൻ, ദ്വാദിന് കസ്ര, അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീമായിരിക്കും അതിന് നൽകുക. മിനൽ അർദി ദി, മിനൽ അർദി ഹും യുൻശിറൂൻ. ഹും എന്നതിലെ സാക്കിനത്തായ മീമിന് അല്പം പോലും മണിക്കാതെ വെളിവാക്കണം, ഇൽഹാർ ഷഫവി. യുൻശിറൂൻ സാക്കിനത്തായ നൂനിന് ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. മണിക്കലിൽ തർക്കീഖ് വേണം. ശേഷം തർക്കീഖിൻ്റെ ഹർഫ ഷീനാണ് എന്നതുകൊണ്ട് യുൻശിറൂൻ. ഇവിടെ തെറ്റായിട്ട് പലരും ഉച്ചരിച്ചു പോവുക. ചുണ്ടിനെ വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ അതിങ്ങനെ പറയും, തെറ്റാണ്. യഥാർത്ഥത്തിൽ ചുണ്ട് വൃത്താകൃതിയിലാകുന്നത് ദമ്മ് നൽകുമ്പോൾ മാത്രമാണ്. ഇവിടെ യാഗിന് ദമ്മുണ്ട്. അപ്പോൾ ചുണ്ട് എങ്ങനെയാണ് വെക്കുക? ഒന്ന് നിങ്ങൾ ഉച്ചരിച്ചു നോക്കൂ. യു, ആ യു എന്ന ശബ്ദം ഉച്ചരിച്ച് പിന്നീട് നൂനിനെ ഉച്ചരിക്കുമ്പോഴേക്കും ചുണ്ട് അതിൻ്റെ തർക്കീഖോട് കൂടിയുള്ള നൂനിൻ്റെ ഉച്ചാരണത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ ഷീനാണ്, ഷീനിൻ്റെ മഖ്റജിലേക്ക് ശബ്ദം വീണ്ടും മാറുന്നു. യുൻശിറൂൻ. ഈ പദം ഉച്ചരിക്കുമ്പോൾ തെറ്റായിട്ട് ആളുകൾ എന്ത് ചെയ്യും? ആ ദമ്മ് ഉച്ചരിച്ചപ്പോൾ ചുണ്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ നൂനും ഷീനും ഒക്കെ, ഷീനു വരെയും യൂ എന്നിങ്ങനെ ചുണ്ട് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് പറയും. അത് തെറ്റാണ്. യുൻശിറൂൻ എന്ന് ഉടനെ തന്നെ നൂനിൻ്റെ ഉച്ചാരണത്തിലേക്ക് ഷീനിലേക്കും തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കപ്പെടുന്ന ആ അക്ഷരങ്ങളിലേക്ക് ചുണ്ടിനെ വിടർത്തി അല്ലെങ്കിൽ പരത്തി വെച്ചുകൊണ്ട് വൃത്താകൃതിയിലുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി ഷീൻ ഉച്ചരിക്കുമ്പോൾ എങ്ങനെ വെക്കണമോ അങ്ങനെ മാറ്റേണ്ടതാണ്. യുൻശിറൂൻ, റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് റാ ഉച്ചരിക്കണം.
യുൻശിറൂൻ ലൗ കാന ഫീഹിമാ ആലിഹ. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് ഈ വായിച്ച ഈ ഓതിയ ഭാഗങ്ങളിലുള്ളത്. ലൗ കാന ഫീഹിമാ, ഇതിലുള്ള അലിഫിൻ്റെ ദീർഘമാകട്ടെ മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ്, ആലിഹത്തുൻ എന്നതിലെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ആലിഹത്തുൻ ഇല്ലല്ലാഹു, അള്ളാഹു എന്ന ഇസ്മുൽ ജലാല, ഇതിലുള്ള ലാമിനെ തടിപ്പിച്ച് തന്നെയാണ് ഉച്ചരിക്കുക. എന്നാൽ ആളുകൾക്ക് വരുന്ന അബദ്ധം തെറ്റെന്താണെന്ന് വെച്ചാൽ, അള്ളാഹ് എന്ന് ഉച്ചരിക്കുന്ന ആ ശബ്ദം അത് ലാമാണ്. ലാമിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വരണം, മഖ്റജ് മാറാൻ പാടില്ല. അല്ലാഹ് എന്ന് പറയുമ്പോൾ നാവ് എവിടെയാണ് നിൽക്കുന്നത്? അല്ലാഹ്, അവിടെ നിന്ന് തന്നെ. പിന്നെ എന്താ വ്യത്യാസം? തഫ്ഖീം എന്ന ഒരു സിഫത്ത് അതിൽ കൂടുതൽ വരുന്നു, അതാണ് വ്യത്യാസം. അൽ എന്നത് ഔ എന്ന് തടിപ്പിക്കുക എന്ന് മാത്രം, മഖ്റജ് മാറാൻ പാടില്ല. നാവ് അവിടെ നിന്ന് തെറ്റി മുന്നോട്ട് വന്ന് ആളുകൾ എങ്ങനെ പറയും തെറ്റായിട്ട്? നാവും മേലെ മുൻപല്ലും, അതായത് മുന്നിലത്തെ പല്ലും ചേർത്തിട്ട് ഉച്ചരിക്കും അള്ളാഹ് എന്ന്, നാവിനെ പുറത്തേക്ക് ഇട്ടുകൊണ്ട്. അങ്ങനെ ഒരിക്കലും പറയരുത്. ഇന്ന് മുതൽ അത് തിരുത്തുക. ഇല്ലല്ലാഹു, അള്ളാഹു എന്ന് തന്നെ ഉച്ചരിക്കണം. മലയാളത്തിൽ അള്ളാഹു എന്ന് ള പറയും അല്ലേ? ള. മലയാളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരമാണ് ള. ആ ളായുടെ കുറച്ചുകൂടി മുന്നോട്ട് പല്ലിൻ്റെ തൊട്ട് മേലെയായി മോണയിൽ നാവിനെ ടച്ച് ചെയ്തുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരമല്ലേ ലാമ്? ആ ലാമാണ് ഇവിടെയും ഉച്ചരിക്കുന്നത്. ആ ലാമിന് തഫ്ഖീം കൊടുക്കുക. അല്ലാഹ്, ഇല്ലല്ലാഹ്, 2 ലാമുകളാണ് അവിടെ. ഇല്ല എന്ന ലാമും അള്ളാഹ് എന്നതിലെ ലാമും രണ്ടും ശബ്ദമുണ്ട്. ആദ്യത്തെ ഇല്ല എന്ന ലാമിൽ തർക്കീഖാണ്, രണ്ടാമത്തെ അള്ളാഹ് എന്ന ലാമിൽ തഫ്ഖീമാണ്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മഖ്റജിൽ യാതൊരു മാറ്റവുമില്ല, അക്ഷരം ഒന്ന് തന്നെയാണ്. ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹു ലഫസദത, ലഫസദത. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എന്നതല്ല, മറ്റ് പ്രത്യേകിച്ച് ഹുക്മുകളൊന്നുമില്ല. ഫസുബ്ഹാനല്ലാഹി, ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക, ഹ വ്യക്തമാക്കി ഉച്ചരിക്കുക. എല്ലാ ഹർഫും അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. എന്നാൽ ഹുറൂഫുൽ ഹൽഖ് പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രം. ഫസുബ്ഹാനല്ലാഹി, അല്ലാഹ് വീണ്ടും വന്നു തഫ്ഖീം ചെയ്ത് ലാമിനെ ഉച്ചരിക്കുക. റബ്ബിൽ അർശി, റാഹ് തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. അൽ അർഷ്, അവിടെയും റാഹിന് തഫ്ഖീമാണ്. ഐന് വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം, തൊണ്ടയുടെ മധ്യമാണ്. റബ്ബിൽ അർശി, റബ്ബിൽ അർശി. അമ്മ, വീണ്ടും ഐന് ആവർത്തിക്കുന്നു. അമ്മ, മീം മുശദ്ദദയെ മടിക്കണം, 2 ഹറക്കത്തിൻ്റെ അളവിൽ ഉന്നത്ത് കൊടുക്കുക. യസിഫൂൻ, സ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. യസിഫൂൻ. ലാ യുസ്അലു, ഹംസ വ്യക്തമാക്കണം. ലാ യുസ്അലു, യുസ്അലു, യുസ്അലു എന്നൊന്നും പറയരുത്. യുസ്അലു, ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ് ഹംസ. ഹുറൂഫ് ഷിദ്ദ, ഷിദ്ദ എന്ന സിഫത്ത് നൽകപ്പെടുന്ന ഹർഫാണ് ഹംസ. അജിദ്, ഖത്തിൻ, ബക്കത്ത് എന്ന ഹർഫുകളിൽ ഒന്നാമത്തേതാണ് ഹംസ. അപ്പോൾ ലാ യുസ്അലു അമ്മാ യഫ്അലു, ഐനുകളെ ശ്രദ്ധിക്കുക. അമ്മ, ഇതിൽ മീം മുശദ്ദദക്ക് മണിക്കണം, ഉന്നത്ത് കൊടുക്കുക. അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, വീണ്ടും ഹംസ ആവർത്തിക്കുന്നു. യുസ്അലൂൻ, ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കുക. യുസ്അലൂൻ, ഇപ്പോൾ യുസ്അലൂൻ. ബാറക്കല്ലാഹു ഫീക്കും.
أعوذ بالله من الشيطان الرجيم. أم اتخذوا آلهة من الأرض هم ينشرون لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون لا يسأل عما يفعل وهم يسألون